നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 2024 ആദ്യ ദിവസമാണ് നമ്മളുള്ളത്. 2023 ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആരാധകർക്ക് സന്തോഷം നൽകിയ ഒരു വർഷമാണ്. അദ്ദേഹം 2023 ഏറ്റവും അധികം ഗോളുകൾ നേടിയ താരമായി. 2024 ഞാനത് ആവർത്തിക്കാൻ ശ്രമിക്കും, അത് ആവർത്തിക്കാൻ തന്നെ തൻ്റെ ശ്രമമുണ്ടാകും എന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇന്നലെ പറയുന്നതും നമ്മൾ കേട്ടു. 2024 അദ്ദേഹത്തെ കാത്തിരിക്കുന്ന കിരീടങ്ങൾ എന്തൊക്കെയാണ് നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. സൗദി പ്രോ ലീഗ് ഇപ്പോൾ 2ാം സ്ഥാനത്താണ്. പക്ഷേ അൽ ഹിലാലുമായിട്ട് നല്ല ഗ്യാപ്പുണ്ട്. അത് മറികടക്കാൻ കഴിയുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഏതായാലും സൗദി പ്രോ ലീഗിൽ ഇപ്പോഴും സാധ്യത അൽ നസറിനുണ്ട്. കഴിഞ്ഞില്ല കിങ്സ് കപ്പിൻ്റെ സെമി ഫൈനലിലാണ് അവരുള്ളത്. സോ കിരീടം 2 മത്സരങ്ങൾ മാത്രം അകലെ നിൽക്കുന്നു. സൗദി സൂപ്പർ കപ്പിൽ അവർ സെമി ഫൈനലിലാണ്. മറ്റൊരു കിരീടവും അതുപോലെ കയ്യെത്തും ദൂരത്ത് നിൽക്കുന്നുണ്ട്. AFC ചാമ്പ്യൻസ് ലീഗിൽ ഇപ്പോൾ അവർ റൗണ്ട് ഓഫ് 16 എത്തിയിട്ടുണ്ട്. റൗണ്ട് ഓഫ് 16 അൽ ഫൈഹയാണ് അവരുടെ എതിരാളികൾ. സ്വാഭാവികമായിട്ടും അൽ ഫൈഹയെ മറികടന്നുകൊണ്ട് അവർ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇത്തവണ AFC ചാമ്പ്യൻസ് ലീഗ് കിരീടം ചൂടുക, അങ്ങനെ ക്ലബ്ബ് വേൾഡ് കപ്പിന് 2025 വിശാലമായ ക്ലബ്ബ് വേൾഡ് കപ്പിന് യോഗ്യത ഉറപ്പാക്കുക, അതാണ് മറ്റൊരു ലക്ഷ്യം. അപ്പോൾ അതും ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് എത്തിപ്പിടിക്കാവുന്ന കിരീടമാണ്. മിസ്റ്റർ UCL ആണ്, മിസ്റ്റർ ACL ആയിട്ട് മാറുമോ കാത്തിരിക്കണം. ദെൻ യൂറോ 2024 ജൂൺ മാസത്തിലും ജൂലൈ മാസത്തിലുമായിട്ട് ജർമ്മനിയിൽ നടക്കുന്ന യൂറോ കപ്പ് അന്താരാഷ്ട്ര കിരീടം ഒരിക്കൽ കൂടി നേടാൻ ക്രിസ്ത്യാനോ റൊണാൾഡോ ആഗ്രഹിക്കുന്നു. ഇത്തവണ അതിന് കഴിയുമോ എന്നുള്ള ചോദ്യമുണ്ട്. അപ്പോൾ ഈ കിരീടങ്ങളൊക്കെ ക്രിസ്ത്യാനോയെ കാത്തിരിക്കുന്നതാണ്. 5 കിരീടങ്ങൾ: സൗദി പ്രോ ലീഗ്, കിങ്സ് കപ്പ്, സൗദി സൂപ്പർ കപ്പ്, AFC ചാമ്പ്യൻസ് ലീഗ്, യൂറോ 2024. ഇതിലേതൊക്കെ ക്രിസ്ത്യാനോയുടെ കരങ്ങളിലേക്ക് എത്തും? കാത്തിരിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റർ എത്താം.